ഓക്കെ നോ എഫ് ജെന്യുവൻ തിങ്കി. കുറച്ചുനാൾ വീഡിയോ റെഗുലറായി വന്നതിന് ശേഷം ഇപ്പൊ വീഡിയോസിന്റെ ക്വാളിറ്റി അല്പം കുറയുന്നു എന്നൊരു ഡൗട്ട്. പണ്ടത്തെ സോളോ വൈനറിന്റെ ഒരു ഗുമ്മില്ല. ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ കീപ് ഗോയിങ് ബി വിത്ത് യാ. ചുവന്ന പ്രണയ സമ്മാനം. അന്നൊരിക്കൽ ലോക്ക്ഡൌൺ കഴിഞ്ഞ് സ്കൂൾ തുറക്കുകയുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു പ്ലസ് ടു കഴിഞ്ഞ് പണ്ടത്തെ പോലെ ആവുന്നത്. പ്ലസ് ടു കഴിഞ്ഞപ്പോ മൊത്തത്തിൽ അങ്ങ് മൂഞ്ചി. ജീവിതം മൂഞ്ചിന്നൊക്കെ സാധാരണ, പക്ഷെ സ്ഥിരമായിട്ട് മൂഞ്ചുന്നത് സാധാരണ. ഫാമിലി വ്ളോഗേഴ്സ് അഥവാ വ്ളോഗേഴ്സ്. ഒരു ഫാമിലി വ്ളോഗർ ആവാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഉളുപ്പില്ലാഴിക, നാണമില്ലാഴിക, ഇത് വിറ്റ് കാശാക്കാനുള്ള ഒരു മൈൻഡ്. ഇത് 3 റിപ്പീറ്റ്, അതും കൃത്യം ഡെയിലി 4 മണിക്ക്. ഞാൻ വിളിച്ചാൽ അവൾ വരില്ല. ഇനിയും കണ്ടില്ല എന്ന് പറയരുത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ എല്ലാം എന്റെ തെറ്റാണോ? പറഞ്ഞു ആ ദിവസം വന്നു. ഇതെന്തുവാടാ മോനെ, നീ കവിത രചിച്ചേക്കുന്നോ? രണ്ടൊന്നു തത്വമപി മേവുന്നു നാദഹരി നാരായണായ. എടാ, ഓരോ വീട്ടിൽ ഇങ്ങനൊക്കെ നടന്ന അവര് വെളി സൗണ്ട് കേൾക്കാതെ അകത്ത് കിടന്ന് കയറ് ഓട്ടിക്കുന്നത്. എങ്ങനെയാടാ ഇത് നീ നാട്ടുകാർക്കെല്ലാം നാണോ ഇല്ലാതെ പരസ്യം കൊടുത്ത് കാശാക്കുന്നത്? പിന്നെ നാട്ടുകാർക്ക് ഇത് തന്നെയാണല്ലോ വേണ്ടത്. അത് ഇവന്റെ വ്യൂസും ബിഗ് ബോസിന്റെ വളർച്ചയും കണ്ടാൽ മനസ്സിലാവും. ഏഷ്യാനെറ്റിലെ പച്ചയ്ക്ക് വിശത്തുന്ന സീരിയൽ ഇപ്പൊ ഫാമിലി വ്ലോഗ് കണ്ട ഇൻസ്പയർ ആവുന്നത്. ഹലോ, ഇന്ന് എന്റെ അംജക്കാട് ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് എല്ലാവരെയും വെറുപ്പിക്കാൻ പോവാണ്. ഇവരുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റിപ്പോർട്ട് അടിച്ചാലും പിന്നെ റെക്കമെൻഡ് വരുമെന്ന്. അംജുക്ക കേട്ട് തലേന്ന് ഇത് പോകുന്നില്ല. അംജുക്ക 150 പ്രാവശ്യം ഓരോ ദിവസവും പറഞ്ഞ മതി. 19.897 മില്യൺ വ്യൂസാ കിട്ടുന്നത്. വേറെ ഒരു പയ്യനുണ്ട്, അവന് മോന്തിക്കൊണ്ടിരിക്കും. പക്ഷെ യൂട്യൂബ് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ അസ്ലാം മർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റും. ഇവരെ അറിയത്തില്ല എന്നും പറഞ്ഞ ഷോ കാണിക്കുന്നില്ല. ഒരു ശരാശരി റോസ്റ്റിംഗ് യൂട്യൂബർ ഇവരുടെ എല്ലാ വീഡിയോയും കണ്ണും തുറന്നിരുന്ന് കണ്ടിട്ട് അംജുക്ക രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോ എണ്ണിച്ചിന്ന് കൈയടിക്കും. ഒരു ഷാലോ ഫ്രൈ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കേട്ടാ അസ്ലാം മർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റും. ആരാ ഇത്? ഞാൻ കണ്ടിട്ടില്ല. ഇടക്കിടക്ക് ഈ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് തല ഒരുക്കാൻ നേരം ഇതൊക്കെ കാണണ്ടാന്ന് വെക്കും. പക്ഷെ അപ്പിയിട്ട് ഫ്ലഷ് അടിച്ചാലും നമ്മളെ വിട്ടുപോകാൻ താല്പര്യമില്ലാത്ത ഒരാള് തിരിച്ചു വരും. അതുപോലെ ഇവരുടെ വീഡിയോ ഒരു വില്ലനെ കണ്ടു കഴിഞ്ഞാൽ നസ്രിയെ പോലെ ഉണ്ട് എന്ന് ഒരുപാട് പേർ പറയാറില്ലേ. ഇത് ആങ്കറിന്റെ തെറ്റാണ്. ഇത് ആങ്കറിന്റെ ഭാഗത്തെ വലിയ പിഴവാണ്. ഈ ചേച്ചി ഈ കേസിൽ നിരപരാധിയാ. ഈ സ്വന്തമായിട്ട് ക്യൂട്ടാന്നും പറഞ്ഞുകൊണ്ട് ധരിച്ചിരിക്കുന്ന കുറെ ആങ്കേഴ്സിന്റെ ചോദ്യം കേട്ട മേല് വരും. അടുത്ത വർഷം ഷഷ്ടിപൂത്രി ആഘോഷിക്കേണ്ട കളവുകളൊക്കെ അവൻ 5 വയസ്സുള്ള പിള്ളേരെ കൊണ്ട് പെരുമാറുന്നത്. ഇതൊക്കെ 5 വയസ്സുള്ള പിള്ളേരെ ഉണ്ടാ തുപ്പും. അല്ല, സത്യമായിട്ടും ഗൈസ്, ഞാൻ തന്നെ ഹിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചില ഫോട്ടോസ് ഉണ്ട് നസ്രിയെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ആങ്കർ തന്നെ ഈ കേസിൽ 1-ാം പ്രതി. ഈ കുട്ടിക്ക് ഈ കേസ് യാതൊരു പങ്കുമില്ല, സാധുവാണ്. എവിടെ കൊണ്ടൊക്കെയോ എന്നെ എനിക്ക് തോന്നിയിട്ട് എനിക്ക് നസ്രിയ മാത്രല്ല ജനീലിയുടെ പോലെയൊക്കെ തോന്നിട്ട് കൂടുതലൊക്കെ ജനീല്. ആങ്കർ മാത്രമല്ല തെറ്റുകാരി. ഇപ്പൊ തൃപ്തിയായി. പിന്നെ ഇപ്പൊ വേറൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്, മറ്റേ ഒരു ക്രിക്കറ്റ് പ്ലെയറിന്റെ ഒരു വൈഫ്. ആങ്കറിനെ മാത്രം തെറ്റുകാരിയാക്കിയതിന് എന്നോട് ദൈവം പൊറുക്കണേ. പലവരെയും പോലെ ഇരിക്കുന്ന ഇത്ര വലിയ ക്രെഡിറ്റ് ആണെങ്കിൽ ഞാൻ സെയിം മാലിക്കിനെ പോലെ ഇരിക്കുക. എതിർക്കുന്നവരൊക്കെ അങ്ങ് എതിർക്കും. ഞാൻ പോവാ. വേണ്ട, അടുത്ത മാസം ലോൺ അടയ്ക്കാനുള്ള. അടുത്തതായിട്ട് അവതരിപ്പിക്കുന്ന കോമഡിയാണ് ഇത്. വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരേ വ്രീഡിപ്പെട്ട ജന്തുക്കളാണ്. ഭാഗം തെക്കോട്ട് പോയി കഴിഞ്ഞാൽ സ്വഭാവം കൊണ്ട് വടക്കോട്ട് പോകും. നമ്മളിപ്പോ ഒരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ ഒയ്യോടാ നിന്റെ കൊച്ചു കറുത്തിട്ടാണല്ലോ, വെളുത്തിട്ട് എന്ത് വെളുത്ത കൊച്ച. ഈ സാധനം തൊട്ട് നമുക്ക് കുഞ്ഞിനെ കിട്ടുമല്ലേ. അപ്പൊ ഒരു ടൈമിൽ നമുക്ക് തോന്നും, പക്ഷെ ഒരു ബോധം ആയി തുടങ്ങുമ്പോ നമുക്ക് ഈ സാധനം വരത്തില്ല. ഇപ്പോഴും ബോധം വരാത്ത ടീമുകളുണ്ട്. ഈ വീഡിയോയിലിരിക്കുന്ന ചേച്ചിയെ കണ്ടിട്ട് ഈ വീഡിയോയുമായിട്ട് 10 പതിറ്റാണ്ടുകളുടെ വ്യത്യാസം വല്ലതും തോന്നുന്നുണ്ടോ? പക്ഷെ ഈ വീഡിയോയിലോട്ട് ഷിഫ്റ്റ് ആയപ്പോ ചേച്ചിയുടെ അഡ്രസ് അങ്ങ് ചേഞ്ച് ചെയ്തു. കൈ ഇത്രയും വരുന്നത് ഇടാൻ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം, കാരണം എന്റെ മുട്ട് നല്ല കറുത്തിട്ടാണ്. ഈസ് ഈക്വൽ ടു ചേച്ചി തന്ന കണക്ക് പ്രകാരം ഇപ്പോഴും ബോധം വരാത്ത ടീമിലാ നീയും. ഇപ്പോഴും ബോധം വരാത്ത ടീമുകളുണ്ട്. ഈ തല തൊട്ട് കാല് വരെ മേക്കപ്പ് ഇട്ടിട്ട് വെളുപ്പില്ലെന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നത് എന്തിനാ? ഞാൻ ആരും മേക്കപ്പ് ചെയ്യുന്നതിലൊന്നും പറയുമല്ല, എനിക്ക് അതിലൊന്നും ഒരു വിരോധമില്ല. മേക്കപ്പോ വൈറ്റ് വാഷോ ഡ്രൈ ക്ലീനോ എന്തോ അത് വെച്ചാ ചെയ്യും. പക്ഷെ ഞാൻ എന്നെ ആരെങ്കിലും കളിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്ന പോലെ മേക്കപ്പ് ഇട്ടോണ്ട് ഇന്ന് വെളുപ്പിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്നത്. രണ്ടിലും വലിയ ലോജിക്കൊന്നും ഇല്ല. ബ്യൂട്ടി ടിപ്പ് മലയാളം യൂട്യൂബ് ചാനൽ 5 ആഹാ, എന്ത് കാവ്യാത്മകവും കുടതയേറിയതും കഴിവ് ഏറിയതുമായ തംബ്നെയിലുകൾ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും വിവരമില്ലാഴിയേക്ക് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ഇത് കൈവിട്ടു പോയി. ഇത് വിവരമില്ലാഴികയുടെ മൂർധന്യ അവസ്ഥയിലെത്തി. കമന്റ്സ് കാരണം അങ്ങനെ വട്ടം കറങ്ങി കളിക്കുക, ഇങ്ങനെ വട്ടം കറങ്ങാൻ. പിന്നെ ഇവരുടെ കണ്ണിൽ ഇത് യോഗയായിരിക്കും. നമുക്കൊന്നും തിരിച്ചു പറയാനും പറ്റത്തില്ലല്ലോ. വലത്തോട്ട് അമർന്ന് എരിഞ്ഞമങ്ങി. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ പരിപാടി ഞാൻ ഏറ്റവും കൂടുതൽ വേണ്ട ഉളുപ്പില്ലാഴികയാണ്. എന്റെ ചാനൽ വെജിറ്റേറിയൻ ചാനല, സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആയിരിക്കും. ഇതിനകത്ത് ഈ വക സാധനങ്ങളൊന്നും പറ്റത്തില്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാനൊന്നും കാണുന്നൊന്നുമില്ല. മാറ്റി
അടുത്തതായിട്ട് നമുക്ക് കുറച്ച് അഗ്രഗണ്യന്മാരെ പരിചയപ്പെടാം. ഒഴിഞ്ഞു പോയ കാലം കാറ്റിനൊക്കെ കൊഴിഞ്ഞു. ആദ്യമൊക്കെ നല്ലതായിരുന്നു, കണ്ടന്റ് കിങ് ആയിരുന്നു, യൂട്യൂബിന്റെ രാജാവായിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. ഒരു പണിയുമില്ലെങ്കിൽ വ്ളോഗ് ചെയ്യണമെന്നൊരു രാജ്യത്തെ പഠിപ്പിച്ചത് അവനായിരുന്നു. കൈ പൈസ ഉണ്ടെങ്കിൽ കഴിവ് വേണ്ട എന്ന് പഠിപ്പിച്ചത് അവനായിരുന്നു. ഒരു മനുഷ്യനെ തന്നെ ഒരു 1000 പ്രാവശ്യം പ്രാങ്ക് ചെയ്ത് സ്വയം കോമാളിയായാലെന്താ, പ്രേക്ഷകരെ അത് ഏറ്റെടുത്ത് തൂക്കുമെന്ന് പഠിപ്പിച്ചത് അവനായിരുന്നു. ഇതാണ് അവൻ LKG പിള്ളേരുടെ വികാരം മുതലെടുത്ത് കെട്ടിപ്പടുത്ത അവന്റെ സാമ്രാജ്യം. ഇതിലെ ഓരോ വീഡിയോ കാണുമ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചോണ്ടേയിരിക്കും ഞാനൊരു ദരിദ്രനാണെന്ന്. അതൊരു സത്യം തന്നെ, എന്നാലും ഇങ്ങനെ ഓർമ്മിപ്പിക്കാവോ? ഒരു മനുഷ്യനെങ്ങനെയാണോ കോളിംഗ് ബെൽ അടിക്കുന്ന പോലെ ചിരിക്കാൻ പറ്റുന്നത്? സോ നമ്മളുടെ ട്രെയിൻ കണ്ടോ കൊച്ചു പിള്ളേരെ പോലെ തുള്ളിച്ചാടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൈ 10 പൈസ ഇല്ലാത്തവൻ ഇങ്ങനെ വല്ലതും ചെയ്ത ആൾക്കാർ എന്തൊക്കെ പറയുമെന്ന്. എനിക്ക് പൈസക്ക് ഗുണമില്ലാത്തവൻ അവന്റെ വളിപ്പാട്ട കൊണ്ട് കളിക്കുന്നുണ്ടോ? പിന്നെ വേറെ ആളുണ്ടല്ലോ സഞ്ജുട്ടേക്ക്, പുള്ളി ഇപ്പൊ എന്തോ പരിപാടി. ഇതിന്റെ പൊക്കത്തിട്ടോ പൊട്ടുവാ ഇല്ലേ നമുക്ക് നോക്കാം. ഓയ്ക്കോളെ വീണ് കഴിഞ്ഞാൽ പൊട്ടി തെറിക്കുക അല്ലെങ്കിൽ കേറുക, തെറിച്ചു പോവാൻ നോക്കാം. ഈയിടെ വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഈ പയ്യന്. മനുഷ്യരുടെ കാര്യമല്ലേ എനിക്കാ എങ്ങനെ നടന്ന പയ്യൻ ആ വ്ളോഗ് ചാനൽ തുടങ്ങിയപ്പോ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കാനിരുന്നത് പുള്ളിയോടാ. ഇത് കൈവിട്ട് പോയി. ഇനി ഞാൻ ആരോട് ചോദിക്കും? ആ പോയ വഴി ഞാൻ കണ്ടതാ. ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, നിങ്ങൾക്ക് മലയാളത്തിലെ വ്ളോഗേഴ്സിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത്. അതിന്റെ അടിയിൽ ഒരു കമന്റ് വന്നേ, കാർത്തിക് സൂര്യ ഈസ് ഗുഡ്, ദ അതേഴ്സ് ആർ ക്രിഞ്ച്. അതിന്റെ താഴെ വന്ന് റിപ്ലൈ, യാ ഹി ഈസ് ഗുഡ് അറ്റ് ആക്ടിങ്. അപ്പൊ നിങ്ങളുടെ വിചാരം ഈ കാണുന്ന വേറെ യൂട്യൂബേഴ്സ് എല്ലാം അങ്ങ് ശരിക്കുള്ള സ്വഭാവം കാണിക്കുന്നതാണോ? നല്ല കോമഡി. ചിരിച്ചാ ഞാൻ എന്നെ തന്നെ ഇടിച്ച് പൊട്ടിക്കുന്നതാണോ? ഇങ്ങോട്ട് നോക്കോ, ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി.